ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എക്സൽ സം ഓൺ വർക്ക് ഷീറ്റ് സെലക്ഷൻ. എക്സൽ VBA. സം നിങ്ങൾക്കറിയാമായിരിക്കും. സെലക്ഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇതാ സെലക്ഷൻ. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ റോ 14 ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ 1 മുതൽ 14 വരെയുള്ളത് സമ്മാക്കിയിട്ട് ടോട്ടൽ ചെയ്തിട്ട് H1 ഡേറ്റ് കൊടുക്കണം, H2 ഹെഡർ ഗ്രൂപ്പ് കൊടുക്കണം, H3യിലേക്ക് സം എമൗണ്ട് കൊടുക്കണം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമുക്ക് ഡെവലപ്പർ ടാബിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വിഷ്വൽ ബേസിക് ഷീറ്റ് 1 double click and worksheet selection. Procedure selection change. ഇവിടെ നമുക്ക് വേരിയബിൾ എടുക്കാം. dim I, R as long, dim C as integer, comma sum as double. Okay. dim DDT ഞാൻ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് DDT, comma HDR as string കൊടുക്കാം. ടെക്സ്റ്റ് അല്ല, string. ഇനി അതിൽ നമുക്ക് പിന്നെ എടുക്കാം. ഇനിയിപ്പോൾ R ഈക്വൽ എന്താ സെലക്ഷൻ ഡോട്ട് റോ ആണ്. ഏത് റോ നമ്മൾ സെലക്ട് ചെയ്തോ അതിൻ്റെ അഡ്രസ്സ് വേണം നമുക്ക് ചെക്ക് ചെയ്യാം. MSG ബോക്സ് R. ഓക്കെ, ക്ലിക്ക്. റോ 13, റോ 2, റോ 13, റോ 19, റോ 22. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്താ നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യാം? സിക്കൽ സെലക്ഷൻ ഡോട്ട് കോളുമൻ, അതായത് കോളം. ഇനി C കൊടുക്കുക ഇവിടെ MSG ബോക്സിൽ. കോളം 3. ഓക്കെ, കോളം 3. ഇനി ഇവിടെ ചെയ്യുക കോളം 8. D എത്ര? കോളം 4. ഓക്കെ, ഇനി ഒന്ന് DDT, അതായത് ഡേറ്റ് ഈക്വൽ സെൽസ് 1, 1 അല്ല, രണ്ടാമത്തെ ഒന്നിൽ ഹെഡർ അല്ലേ, 2, 1. അതായത് റോ 2 കോളം 3. June 2021. എവിടെ ക്ലിക്ക് ചെയ്താലും 1 June 2021. 1 June 2021. And double quotes space 2. Double quote and cells. ഇവിടെ റോ അഡ്രസ്സ് ഏതാ കൊടുക്കേണ്ടത്? റോ അഡ്രസ്സ് കൊടുക്കേണ്ടത് R. സെലക്ഷൻ റോ. ഇതോ നമ്മൾ സെലക്ഷൻ ചെയ്യുന്നു അത്. കോമ ഇവിടെ കോളം കൊടുക്കേണ്ട ഒന്നാമത്തെ കോളം തന്നെയാണ്. ഒന്നാമത്തെ കോളത്തിൽ മാത്രമേ ഡേറ്റ് ഉള്ളൂ. ഓക്കെ, ഇനി ചെക്ക് ചെയ്യാം. ഓക്കെ, 1 June to 9 June 2021. to 12. ഓക്കെ, 1 to 10 June, 1 to 14 June. ഓക്കെ, 1 to 14 June, 1 to 17 June.
1 to 21 ജോഡി. ഓക്കെ, ഇനി എന്താണുള്ളത്? ഹെഡറാ. HDR ഈക്വൽ സെൽസ് 1 കോമ റോ 1 ആയിരിക്കണം. ഒന്നില്ല ഹെഡറുള്ളത്. ഏത് റോ കോളം ആയാലും റോ 1 തന്നെ ഹെഡറുള്ളത്. ഇനി ഹെഡർ ഏതുണ്ട്? ഹെഡർ കൊടുക്കേണ്ടത് C. ഓക്കെ, income, expense, date. Okay, correct. Income, expense, date. MSG ബോക്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ വേണ്ടത് ഈഫ് കണ്ടീഷനാണ്. ഈഫ് cells R, C, selection column, selection row, not equal blank. ബ്ലാങ്ക് ആകാൻ പാടില്ല. ബ്ലാങ്ക് ആണെങ്കിൽ നമുക്ക് സം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ബ്ലാങ്ക് ആകാൻ പാടില്ല. മറ്റൊരു കണ്ടീഷൻ കൂടി, ആൻഡ് സെൽസ് 1 കോമ റോ 1. ഇനി കോളമോ? കോളം സെലക്ഷൻ കോളം C എന്താകാൻ പാടില്ല? നോട്ട് ഈക്വൽ ഡേറ്റ്. ഡേറ്റ് ആകാൻ പാടില്ല. ഡേറ്റ് എങ്കിൽ ഏത് കോളത്തിലാണ് ഡേറ്റ് ഉള്ളത് ആ ഡേറ്റ് നമുക്ക് സം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആയി വന്ന് എന്ത് ചെയ്യണം? ഇനി ഇവിടെ ലൂപ്പാ. എന്താ ലൂപ്പ്? ഫോർ I ഈക്വൽ 2 to റോ 2 മുതൽ 2 to, അതായത് 2 to സെലക്ഷൻ റോ വരെ. സെലക്ഷൻ റോ എന്താ? 5 5, 2 to 5, 10 2 to 10. അതിനുശേഷം സം ഈക്വൽ സം പ്ലസ് ഏത് സെല്ലാണ് നമുക്ക് സം ചെയ്യേണ്ടത്? സെൽസ് I കോമ കോളൻ സെലക്ഷൻ കോളൻ. ഓക്കെ, നെക്സ്റ്റ് I എൻഡ് ഈഫ്. ഇതിപ്പോൾ സമ്മായി. സമ്മ് എവിടെ കൊണ്ടുവെക്കണം? ഈ റിസൾട്ട് H1 ഡേറ്റ്, ഗ്രൂപ്പ് H2, എമൗണ്ട് H3 കൊണ്ടുവെക്കണം. അതിനു വേണ്ടി സെൽസ് 1 കോമ H ഈക്വൽ എന്തായിരിക്കണം? DDT cells 2 comma H header cells 3 comma H format sum comma dot 00. ഓക്കെ, കോഡൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. 2 സം പ്ലസ് സം I കോമ C. ഓക്കെ, 68,293, 11,069. ഇനി എക്സ്പെൻസ് നോക്കാം. 2,289. ഈ ടോട്ടൽ ശരിയോ എന്ന് നോക്കണം നമുക്ക്. അതിന് വേണ്ടി സം is equal to sum C2 സെലക്ട് ചെയ്തതിന് ശേഷം കോളൻ അടിക്കുക. അപ്പം എന്തായി? 2 C2 വന്നു. അതിൽ നമുക്ക് ഒന്നാമത്തെ C2 F4 അടിച്ച് ലോക്ക് ചെയ്യുക. C2 മുതൽ C2 ഒന്നാമത്തെ C2 ഇവിടുന്ന് ചേഞ്ച് ആവില്ല ലോക്ക് ചെയ്തത് കൊണ്ട്. ഓക്കെ, 2,289. ഓക്കെ, ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, 9,689 കറക്റ്റ്. 7,313 വരെ എത്രയുണ്ട്? 59,506 കറക്റ്റ്. 81,399. ഓക്കെ,
11,400 14,393. ഓക്കെ. ഇനി ഇൻകം കോളം നോക്കണമല്ലോ, ചെക്ക് ചെയ്യണം നമുക്ക്. ഈ C2 ഉള്ളത് എന്താക്കണം, നമുക്ക് B2 ആക്കുക. ഇവിടെ അതേപോലെ തന്നെ B2. ഓക്കെ. $11,069. രണ്ടാമത്തെ 20,852 കറക്റ്റ്. 5,234. ടോട്ടൽ എത്ര വരുന്നത്? 83,762. സോറി, 83,762. ഇവിടെ എത്ര വരുന്നു? 1,44,437. ഓക്കെ, കറക്റ്റ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.